സാധാരണ രീതിയിൽ വി.ഡി. സതീശനെ പറ്റി എല്ലാവരും ഇപ്പോൾ ഏതാണ്ട് അംഗീകരിച്ചിട്ടുള്ളതാണ് അദ്ദേഹം ഇങ്ങനെ ഇടക്ക് കളവ് പറയുന്നു എന്നുള്ള കാര്യം. യഥാർത്ഥത്തിൽ വിവരാവകാശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ വിഴിഞ്ഞം തുറമുഖ കമ്പനിയിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇവിടെ ഞാൻ അറിയില്ല, അസംബ്ലിയിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയാണ്. അദാനി ഗ്രൂപ്പിൻ്റെ കയ്യിലുള്ള ഷെയർ 49% MSCക്ക് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 29, അതായത് പരമാവധി അവർക്ക് വിൽക്കാൻ സാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പണത്തിൻ്റെ അപ്പുറത്ത് 49% ഷെയർ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ട് എന്ന വ്യവസ്ഥക്കനുസരിച്ച് ഞങ്ങളോട്, സംസ്ഥാനത്തോട് ആ കാര്യം ചോദിച്ചിട്ടില്ല, അതറിയില്ല എന്നും അങ്ങനെ അറിയാതെ MSCക്ക് ഷെയർ വിൽപ്പന നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതൃപ്തി അത് ഞങ്ങൾ അദാനി ഗ്രൂപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഇതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞത് പച്ച കള്ളമാണ് എന്ന് വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അതൃപ്തി അറിയിച്ച് അദാനി ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാരോ തുറമുഖ വകുപ്പോ നോട്ടീസോ കത്തോ നൽകിയിട്ടില്ലെന്ന് തുറമുഖ വകുപ്പ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയിൽ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ ഈ അതൃപ്തി അറിയിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണ്. അങ്ങനെ ഒരു അതൃപ്തി കത്തായിട്ടോ അതുപോലെ തന്നെ നോട്ടീസായിട്ടോ അറിയിച്ചിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമം അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്. 49% ഷെയർ MSCക്ക് നൽകില്ല, അല്ലെങ്കിൽ നൽകും, ഇതേതെങ്കിലും ഒന്ന് പറയാം. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചതിന് ശേഷം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്നും വ്യക്തതയോട് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം. അപ്പോൾ ഒരു നോട്ടീസോ അല്ലെങ്കിൽ അതൃപ്തിയോ അറിയിക്കാൻ അവർ കൂട്ടാക്കിയില്ല എന്നുള്ളത് വി.ഡി. സതീശൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്ന് വ്യക്തമാകുകയാണ്.